അദ്ദേഹം നിരപരാധിയാണ് എന്നാണ് നല്ലൊരു ശതമാനം ആൾക്കാർ കരുതുന്നത്. നിയമപരമായിട്ട് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു കേസ് എടുത്തെന്ന് വിചാരിച്ചാൽ അതിനകത്ത് ഒരു കോഗ്നിസൻസ് ഇല്ലാത്തത് കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ക്രൈംബ്രാഞ്ചിന് കഴിയില്ല. ക്രൈംബ്രാഞ്ച് അത് വലിച്ചു നീട്ടാതെ അതൊരു ഫാക്ച്വൽ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് കോടതി കൊടുക്കുന്നതാണ് ഉത്തമം. കാരണം പോലീസിന്റെ ഇമേജ് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് നിയമസഭ സമ്മേളിക്കുന്നതുവരെ ഒരു കാര്യത്തിൽ ആർക്കും വലിയ വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല. ലൈംഗികാരോപണത്തിൽ ഉൾപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭയിൽ എത്തുമോ എന്ന അഭ്യൂഹങ്ങൾ അപ്പോഴും അന്തരീക്ഷത്തിൽ പാറി നടന്നു. രാവിലെ 9:20 അതായത് നിയമസഭാ സമ്മേളനം ആരംഭിച്ച് 20 മിനിറ്റ് പിന്നിട്ടപ്പോഴാണ് അടൂരിലെ വീട്ടിൽ നിന്ന് രാഹുൽ നിയമസഭയിൽ എത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ VS അച്യുതാനന്ദനെ അനുസ്മരിച്ച് സംസാരിക്കുന്ന സമയം നിശബ്ദനായി രാഹുൽ സഭാ ഹാളിൽ കയറി. തനിക്കായി അനുവദിച്ച പ്രത്യേക ബ്ലോക്കിലെ സീറ്റിൽ പോയിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ രാഹുലിനെ തേടി ഒരു കുറിപ്പ് വന്നു. മറുപടി കൊടുത്ത രാഹുൽ തൊട്ടു പിന്നാലെ സഭ വിട്ട് പുറത്തേക്കും പോയി. ഇതാണ് ഇന്ന് സഭയിൽ ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി സംസാരിക്കുന്ന സമയമായതിനാൽ തന്നെ ഭരണപക്ഷത്തു നിന്നും കാര്യമായ പ്രതിഷേധം ഒന്നും ഉണ്ടായതുമില്ല. കോൺഗ്രസ് അംഗങ്ങളാരും രാഹുലിനോട് മിണ്ടിയതുമില്ല. മുൻപ് LDF ബാന്ധവം അവസാനിപ്പിച്ച ശേഷം PV അൻവറിന് നൽകിയ സീറ്റാണ് ഇക്കുറി രാഹുലിന് നൽകിയത്. പ്രതിപക്ഷ നിരയിലെ അവസാന കസേരയും കഴിഞ്ഞായിരുന്നു ആ സ്ഥാനം. കോൺഗ്രസ് നിരയിൽ നിന്ന് MLA മാർ ആരും തന്നെ രാഹുലിനോട് മിണ്ടാനെത്തിയില്ല എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ ലീഗിന്റെ MLA മാർ രാഹുലിനെ വന്നുകണ്ട് കുശലാന്വേഷണം നടത്തുകയും ചെയ്തു. ഇതിനിടയിൽ KPCC പ്രസിഡന്റ് കൂടിയായ സണ്ണി ജോസഫ് ഹാൾ വിട്ട് ഇടയ്ക്കൊന്ന് പുറത്തേക്ക് പോയി. മടങ്ങി വന്നപ്പോഴാണ് രാഹുലിനെ തേടി പ്രതിപക്ഷ നിരയിൽ നിന്ന് ഒരു കുറിപ്പെത്തുന്നത്. ഇത് വായിച്ച് മറുപടി നൽകിയ രാഹുൽ സഭാ നടപടികൾ പൂർത്തിയാക്കും മുൻപേ ഇറങ്ങുകയും ചെയ്തു. പക്ഷേ പുറത്ത് തന്നെ കാത്തുനിന്ന മാധ്യമങ്ങളോട് ഒരു പ്രതികരണത്തിനും രാഹുൽ നിന്നതുമില്ല. ഇതിനിടയിൽ സഭാ നടപടികൾ പൂർത്തിയാക്കി പിരിയും മുൻപ് ഭരണപക്ഷത്ത് നിന്ന് രാഹുലിനെതിരെ പ്രതിഷേധമുണ്ടാകുമെന്ന സൂചനയുണ്ടായിരുന്നു. ഇതിനിടയിലാണ് രാഹുൽ സഭ വിട്ടുപോയത്. സ്വാഭാവികമായും രാഹുലിനെ തേടിയെത്തിയ ആ കുറിപ്പ് പ്രതിഷേധത്തെക്കുറിച്ച് സൂചന നൽകുന്നതായിരിക്കാമെന്ന് അനുമാനിക്കാം. VS അച്യുതാനന്ദനെ അനുസ്മരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നതിനിടയിലാണ് രാഹുൽ എത്തിയത് എന്നതിനാൽ ഭരണപക്ഷത്തിന് രാഹുൽ വരുന്ന സമയം പ്രതിഷേധിക്കാനാകുമായിരുന്നില്ല. രാഹുൽ നിയമസഭയിൽ എത്തുമോ എന്ന കാര്യത്തിൽ പല അഭ്യൂഹങ്ങളും പല അഭിപ്രായങ്ങളും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും UDF മുന്നണിക്കുള്ളിലും നിലനിന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ രാഹുൽ സഭയിൽ എത്തേണ്ടതില്ല എന്ന നിലപാടെടുത്തപ്പോൾ KPCC അധ്യക്ഷൻ അടക്കമുള്ളവർ രാഹുലിനെ വിലക്കേണ്ടതില്ല എന്ന നിലപാടിലായിരുന്നു. ഇതെല്ലാം മറികടന്ന് രാഹുൽ സഭയിലെത്തിയത് പാർട്ടി വിലക്ക് മറികടന്നാണ് എന്ന അഭിപ്രായം ഉയർന്നുവെങ്കിലും പാർട്ടി അംഗം പോലുമല്ലാത്ത രാഹുൽ പാർട്ടിയെ ധിക്കരിച്ചുവെന്ന് പറയാനാകില്ല എന്നും അഭിപ്രായമുണ്ടായി. രാഹുലിനോട് സഭയിൽ വരണമെന്നോ വരാതിരിക്കണമെന്നോ പാർട്ടി നിർദ്ദേശിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഒരു സ്വതന്ത്ര MLA എന്ന നിലയിൽ രാഹുൽ സഭയിലെത്തിയത് വ്യക്തിപരമായ തീരുമാനത്തിന്റെ പുറത്താണ്. സഭയിൽ വരുന്നതിന് രാഹുലിന് നിയമപരമായ തടസ്സവുമില്ല. സഭയിൽ വരാനുള്ള തീരുമാനം എടുക്കുന്നതിന് മുൻപ് രാഹുൽ ചില നേതാക്കളുമായി കൂടിയാലോചന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ സ്വന്തം കാർ ഒഴിവാക്കി സുഹൃത്തിന്റെ കാറിൽ അടൂരിലെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് രാഹുൽ തിരിക്കുന്നത്. രാഹുലിന്റെ സഭാപ്രവേശനം സ്വാഭാവികമായും മറ്റൊരു ചർച്ചയ്ക്ക് കൂടി തുടക്കമിടുന്നുണ്ട്. രാഹുൽ പൊതുവേദിയിൽ സജീവമാകാൻ ഒരുങ്ങുകയാണോ എന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് കൂടിയാണ് ഇന്നത്തെ സംഭവങ്ങൾ തുടക്കമിടുന്നത്. ആരോപണങ്ങൾക്ക് ശേഷം അടൂരിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന രാഹുൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയോ മണ്ഡലം സന്ദർശിക്കുകയോ ചെയ്തിട്ടില്ല. അതിനിടെ പാർട്ടി നടപടി നേരിടുന്ന രാഹുലിനെ സഭയിലെത്തുന്നതിന് കൂട്ടുവന്നത് ജില്ലാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ അധ്യക്ഷനായിരുന്നു. രാഹുലിനെതിരെയുള്ള പാർട്ടി നടപടികളിൽ VD സതീശന്റെ നിലപാടുകൾക്കെതിരെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് വിമർശനം ഉയരുന്നതിനിടെയുള്ള ഈ നീക്കം കോൺഗ്രസിലും ചർച്ചയായിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാവിനെയും പാർട്ടിയും ധിക്കരിച്ചാണ് താൻ നിയമസഭയിൽ എത്തിയത് എന്ന വാർത്തയ്ക്ക് മാധ്യമങ്ങളോട് രാഹുൽ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. വാർത്തകൾ കൊടുക്കുമ്പോൾ യാഥാർത്ഥ്യത്തിന്റെ എന്തെങ്കിലും ഒരു പരിസരം വേണം. പാർട്ടി അനുകൂലമായോ വ്യക്തിപരമായി പ്രതികൂലമായി തീരുമാനമെടുക്കുമ്പോൾ അതിനെ ധിക്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകനല്ല താനെന്നാണ് രാഹുൽ പറഞ്ഞത്. പാർട്ടി നടപടിയോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാവുന്ന ആളാണ് താനെന്ന് രാഹുൽ പറയുമ്പോഴും തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളോടും മറ്റ് ചോദ്യങ്ങളോടും രാഹുൽ ഇന്നും പ്രതികരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. VD സതീശനോ മറ്റു നേതാക്കളോ സഭയിൽ വരേണ്ടതില്ല എന്ന് നിർദ്ദേശിച്ചിരുന്നു എന്ന ചോദ്യത്തിനും കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. ലൈംഗിക ചൂഷണ ആരോപണങ്ങൾ ഉയർന്ന ശേഷം
തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകാതെ മടങ്ങുന്നതായിരുന്നു രാഹുലിന്റെ പതിവ്. അതുതന്നെയാണ് ഇന്ന് തിരുവനന്തപുരത്തും തുടർന്നത്. വരും ദിവസങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ അടുത്ത ദിവസങ്ങളിൽ ഭരണപക്ഷം എങ്ങനെയാണ് രാഹുലിന്റെ സഭാപ്രവേശനത്തെ നേരിടുക എന്ന് കണ്ടറിയണം. ഭരണപക്ഷത്തിന് ആയുധം നൽകാതിരിക്കാൻ രാഹുൽ മാറി നിൽക്കണമെന്ന അഭിപ്രായം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നേരത്തെ തന്നെ മുന്നോട്ട് വച്ചതാണ്. സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന ഏത് ആരോപണങ്ങളെയും പ്രതിരോധിക്കാൻ രാഹുലിന്റെ സാന്നിധ്യം ഉപയോഗപ്പെടുത്തുമെന്ന വാദമാണ് വി.ഡി. സതീശൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസിൽ ഒരു വിഭാഗം ഇതിനോട് യോജിക്കാത്തതിനാൽ പാർട്ടിയിലെ തർക്കം തീർന്നിട്ടില്ല. ഇതിനിടയിൽ രാഹുൽ സഭയിലെത്തിയത് വരും ദിവസങ്ങളിൽ ഭരണപക്ഷം ആക്രമണത്തിന് വിഷയമാക്കിയേക്കുമെന്ന് ഉറപ്പാണ്. ഇതിനെ പ്രതിപക്ഷം ഏത് രീതിയിലായിരിക്കും പ്രതിരോധിക്കുക എന്നും കണ്ടറിയണം. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഇത് രണ്ടാമത്തെ MLA ആണ് സഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കുന്നത്. മുൻപ് PV അൻവർ LDFിൽ നിന്ന് പുറത്തു പോകുകയും MLA സ്ഥാനം രാജിവെക്കുകയും ചെയ്ത ഘട്ടത്തിലും ഇതുപോലൊരു പ്രത്യേക ബ്ലോക്ക് ഉണ്ടായിരുന്നു. അന്ന് അൻവർ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുകയാണ് ചെയ്തത്. പ്രത്യേക ബ്ലോക്കായതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്വതന്ത്ര MLA എന്ന ലേബൽ മാത്രമായി. ചർച്ചകളിൽ കോൺഗ്രസിന് അനുവദിക്കുന്ന അത്രയും സമയം ഇനി രാഹുലിന് ലഭിച്ചെന്നും വരില്ല. ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് പരിമിതികളും ഉണ്ടാകും. പ്രത്യേക വിഷയങ്ങളിലെ ചർച്ചയ്ക്ക് സ്പീക്കർ സമയം അനുവദിച്ചാൽ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി സംസാരിക്കാനാവുക. അങ്ങനെ ലഭിച്ചാൽ തന്നെ 1-2 മിനിറ്റ് ആകും കിട്ടുക. അതേസമയം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് ഇന്ന് നിയമസഭ ആദരമർപ്പിച്ചു. കേവല രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പോയ VSന് പാർട്ടി അകമഴിഞ്ഞ പിന്തുണ നൽകിയിരുന്നുവെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. വാഴൂർ സോമൻ, PP തങ്കച്ചൻ എന്നിവർക്കും നിയമസഭ ആദരമർപ്പിച്ചു. പ്രതിപക്ഷ നേതാവടക്കമുള്ള നേതാക്കൾ അനുസ്മരണം രേഖപ്പെടുത്തി. ഇന്നു മുതൽ 19 വരെയും 29, 30, ഒക്ടോബർ 6 മുതൽ 10 വരെ എന്നിങ്ങനെ 12 ദിവസമാണ് ഈ നിയമസഭ ചേരുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭയിൽ എത്തിയ സാഹചര്യത്തിൽ ഇനി സ്വന്തം മണ്ഡലമായ പാലക്കാട് കൂടി പോകണമെന്നാണ് റിട്ടയർഡ് SP ജോർജ് ജോസഫ് പറയുന്നത്. ഈ 15 ദിവസ സമ്മേളനം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം പാലക്കാട് അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോകും. ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നിയാൽ നേരെ ഹൈക്കോടതിയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഹൈക്കോടതി പോയി പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തേ വെക്കുള്ളൂ. അവിടുത്തെ ഒരു സാമാജികനാണ്, അവിടെ നല്ല ഭൂരിപക്ഷത്തോട് ജയിച്ച ആളാണ്. അവിടുത്തെ ചെറുപ്പക്കാരികളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നതാണ്. ഡിസിപ്ലിനറി ആക്ഷൻ കോൺഗ്രസിൽ നിന്ന് എടുത്തപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു മുറിയിൽ ഒതുങ്ങിക്കൂടി ആ പാർട്ടിയുടെ ഏറ്റവും അനുകൂലമായ ചില തീരുമാനം തനിക്ക് വരുന്നിടം വരെ താൻ അവിടെ തൻ്റെ വീട്ടിൽ ഒതുങ്ങിക്കൂടി തൻ്റെ അനുയായികളുമായിട്ട് ഒന്നിച്ചിരുന്നു. അദ്ദേഹത്തിന് അതിനുശേഷം പുറത്തിറങ്ങിയിട്ടില്ല. എങ്കിലും അത് വലിയൊരു ബ്ലോ തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്. അദ്ദേഹം നിരപരാധിയാണ് എന്നാണ് നല്ലൊരു ശതമാനം ആൾക്കാർ കരുതുന്നത്. നിയമപരമായിട്ട് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു കേസ് എടുത്തെന്ന് വിചാരിച്ചാൽ അതിനകത്തൊരു കോഗ്നിസൻസ് ഇല്ലാത്തത് കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ക്രൈംബ്രാഞ്ചിന് കഴിയില്ല. ക്രൈംബ്രാഞ്ച് അത് വലിച്ചു നീട്ടാതെ അതൊരു ഫാക്ച്വൽ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് കോടതി കൊടുക്കുന്നതാണ് ഉത്തമം. കാരണം പോലീസിൻ്റെ ഇമേജ് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരു ഒഫൻസ് നിലനിൽക്കുന്ന രീതിയിൽ ആരും മൊഴി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഉചിതം.